മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവിശ്വമിശിയുടെ പരിശുദ്ധ സുവിശേഷം 24-ാം അധ്യായം 13-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. സെയിന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 24 verse 13. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്രാപിക്കും. ഒരു ദിവസം ജത്രൂദും മറ്റു സിസ്റ്റേഴ്സും പറമ്പിൽ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു മഴ പെയ്യാനുള്ള എല്ലാ ലക്ഷണവും കണ്ടത്. ഉടനെ ജത്രൂദ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ കനിയണമേ, ഞങ്ങളുടെ ജോലി തീരുന്നതുവരെ മഴ പെയ്യരുതേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒരു ഇടിവെട്ടും കൂടെ ഒരു തുള്ളിക്കൊരു കുടമെന്ന നിലയിൽ മഴ പെയ്യാൻ പോയി. ഉടനെ ജത്രൂദ് പ്രാർത്ഥിച്ചു, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, ഞങ്ങളുടെ ജോലി തീരുന്നതുവരെ മഴയെ മാറ്റി നിർത്തണമേ. ജത്രൂദിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അവർ മഠത്തിലെത്തുന്നതുവരെ പിന്നെ മഴ പെയ്തില്ല. വേറൊരിക്കൽ തയ്യൽ സൂചി വൈക്കോലിനിടയിൽ വീണു. കർത്താവെ എനിക്ക് ആ സൂചി ലഭിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഉടൻ തിരിഞ്ഞപ്പോൾ സൂചി കണ്ടെത്തി. ജത്രൂദ് ഒരു ദിവസം അശ്രദ്ധമായി കാനന നമസ്കാരം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പിശാച് അവളുടെ ചെവിയിൽ മന്ത്രിച്ചു. നോക്കൂ, എത്ര അക്ഷരങ്ങളും വാക്കുകളുമാണ് നീ വിട്ടുകളഞ്ഞത്. ഈ സംഭവം മഠത്തിൽ അവൾ മറ്റു സന്യാസിനികളോട് പറഞ്ഞു. കൂടെ ഒരു ഉപദേശിച്ചു, നമ്മുടെ ചെറിയ തെറ്റുകൾ പോലും സാത്താൻ കണ്ടെത്തുന്നു, അത് ആയുധമാക്കി അവൻ നമ്മോട് പോരാടുന്നു. സൂക്ഷ്മതയോടെ എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നതിന് അവരെ വളരെയേറെ സഹായിച്ചു. മറ്റൊരിക്കൽ ജത്രൂദ് നൂൽ നോക്കുകയായിരുന്നു. അവൾ അനാവശ്യമായി നഷ്ടപ്പെടുത്തിയ ഒരു നൂൽ പിശാച് അടിച്ചു വാരുന്നത് ജത്രൂദ് കണ്ടു. പിശാച് എന്റെ അശ്രദ്ധയെ വീണ്ടും തെളിയിച്ചിരിക്കുന്നു. അവൾ പറഞ്ഞു, ചെറിയ കാര്യങ്ങളിൽ നാം വിശ്വസ്തരാകണമെന്ന് വിശുദ്ധ ജത്രൂദ് പഠിപ്പിച്ചു. അതെ, സെയിന്റ് ഡൊമിനിക്സ് പറയുന്നുണ്ട്, എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവില്ല, എന്നാൽ ദൈവത്തിന്റെ ഉപരിമഹത്വത്തിനായി എത്രയും ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ത്യാഗങ്ങളുണ്ടെങ്കിലും സഹനങ്ങളുണ്ടെങ്കിലും ചെറിയ കാര്യങ്ങൾ വിശ്വസ്തയോടെ മുൻപോട്ട് പോകുമ്പോൾ അത് ദൈവത്തിന്റെ മുമ്പിൽ വലിയ കൃപയായി മാറുക. അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായി. എപ്പോഴും എപ്പോഴും എന്നേക്കും.